ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് കേസിൽ പങ്കുണ്ടെന്ന് തെളിവുണ്ടെങ്കിൽ ഇ.ഡി. സോണിയാഗാന്ധിയെ വെറുതെ വിടുമെന്ന് ഏതെങ്കിലും ഒരാൾ കരുതുന്നുണ്ടോ? ഒരു ഉന്നതൻ അറസ്റ്റിലാകുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഉന്നതൻ എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനാകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദേവസ്വം മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്ന് കളവ് നടത്തിയെന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിനും അതിന്റെ മന്ത്രിക്കും പ്രാഥമികമായും അല്ലെങ്കിൽ ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. വി.ഡി. സതീശൻ കട്ടു അല്ലെങ്കിൽ സോണിയാഗാന്ധി കട്ടു അതൊന്നും അല്ലെങ്കിൽ അടൂർ പ്രകാശ് കട്ടു എന്ന നിലയിൽ കോൺഗ്രസിന്റെ തലയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള വിരളി പിടിച്ചുള്ള ഓട്ടമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു വിഷയവുമല്ല. അത് പൊതുജനങ്ങൾ കൃത്യമായി പ്രത്യേകിച്ച് ഹിന്ദു ഭക്തരുടെ മനസ്സിൽ ഇത് സൂക്ഷിക്കുകയും അവരാ പക ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. ഏതാനും കുറച്ച് ദിവസങ്ങളായി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന വാർത്തയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശബരിമല സ്വർണ്ണ കവർച്ച എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേരുടെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെല്ലാം ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് പത്മകുമാറിന്റെ മൊഴി അനുസരിച്ച് തന്ത്രിയും അതുപോലെ ശബരിമലയിലെ തന്ത്രി ഉൾപ്പെടെയുള്ളവരും അതുപോലെ തന്നെ മുൻ ദേവസ്വം മന്ത്രിയുമാണ് തന്നേക്കാൾ മുമ്പ് പോറ്റിയുമായി കൂട്ടുകൂടിയത് എന്നുള്ളതാണ് പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ വാദങ്ങൾ ഒരു സൈഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചൂട് പിടിച്ച രീതിയിൽ ചർച്ചകൾ പോകുമ്പോഴും ഇടതുപക്ഷം ശ്രമിക്കുന്നത് പലപ്പോഴും ഈ കേസിനെ ഏത് വിധേനയും സോണിയാഗാന്ധിയുടെ തലയിലും അടൂർ പ്രകാശിന്റെ തലയിലും ഒക്കെ ഉൾപ്പെടെയുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ഒരു സ്വർണ്ണ കവർച്ച നടന്നത് കോൺഗ്രസ് ആണ് നടത്തിയെന്നുള്ള കെട്ടിവെക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ നടന്നതും ഇതൊക്കെ തന്നെയാണ് നാം കണ്ടതാണ്. സ്വർണ്ണം കട്ടവൻ ആരപ്പ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് വിളിക്കുന്ന ഒരു ഭാഗം ഉണ്ടാകുന്നു, ഇപ്പുറത്ത് സഖാക്കളാണ് അയ്യപ്പ എന്ന് വിളിക്കുന്ന മറ്റൊരു ഭാഗം ഉണ്ടാകും. നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊരാൾക്കും അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ശബരിമല സ്വർണ്ണക്കൊള്ള ഉണ്ടാകുന്നത് CPMന്റെ ഭരണസമിതി ഉള്ള സമയത്താണ്. അപ്പോൾ അതെങ്ങനെ കോൺഗ്രസിലേക്ക് കെട്ടിവെക്കാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യങ്ങളായി ഉയർന്നു വരുന്നത്. ഇതൊക്കെ വളരെ തീവ്രമായ രീതിയിൽ നടക്കുമ്പോഴും പക്ഷെ വില പോകാത്ത വലിയ തരത്തിലുള്ള രീതിയിൽ നമുക്ക് പലപ്പോഴും കാണാം. അതായത് ഒരു വിലയ്ക്കും ഇല്ലാത്ത രീതിയിലാണ് CPM ചർച്ച കൊണ്ടുപോകുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ഏൽക്കാത്ത രീതിയും ഉണ്ടാകുന്നു. അങ്ങോട്ട് ശക്തമായ രീതിയിലൊന്നും ഏൽപ്പിക്കാനും ഇടതുപക്ഷത്തിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പോലും വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതെല്ലാം. സോണിയാഗാന്ധിക്കെതിരെ ഒരു ചോദ്യം വി.ഡി. സതീശൻ ചോദിക്കുമ്പോൾ സോണിയാഗാന്ധിക്കെതിരെയാണ് CPMന്റെ മറുപടി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും ഇ.ഡി. എന്ന് പറയുന്ന ഒരു ഏജൻസി വന്നുകൂടി നിലം തൊടാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഇ.ഡി. കൂടി വന്നതോടെ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് CPM മാറുകയും ചെയ്തു. എല്ലാം തോർത്തു വരുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. സുപ്രീം കോടതി ഇതിൽ വലിയ തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും CPM ഒരു ശക്തമായ നിലയിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ എന്നാൽ ഇതൊക്കെ അവർ പറയുമ്പോഴും പൊതുജനങ്ങൾ എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്നത് ഒരു ഉന്നതൻ ഉടൻ അറസ്റ്റിലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. തന്ത്രി ഇപ്പോഴാ സ്വർണ്ണക്കവർച്ച തനിക്ക് ബന്ധമുണ്ടെന്ന് മൗനാനുവാദം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ മൗനസമ്മതം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ ഉന്നതൻ എന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ആവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഈ വിഷയത്തിൽ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിൽ പൊതുജനങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല. കാരണം ഇതിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും നിർണായകമായ വാദങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ കേസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നതും ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നഷ്ടപ്പെട്ട മുതലിന്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഏതാണ്ട് 420 ഗ്രാമോ മറ്റുമാണ് ആകെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത്. പക്ഷേ നഷ്ടപ്പെട്ടത് അതിലും എത്രയോ കൂടുതലാണെന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി, അതായത് ഏതാണ്ട് സ്വർണം മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതകൾ ഉണ്ടാകുന്നുള്ളൂ. എത്രത്തോളം സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത് എന്നുള്ളതിന് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ആലങ്കാരികമായി പറയുന്ന പോലെ മഞ്ഞുമലയുടെ അറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, ബാക്കി ഇനിയും വരാൻ കിടക്കുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് ഓരോ ദിവസവും പുതിയ കണ്ടെത്തലുകളും വിവരങ്ങളുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു SIT അന്വേഷണം മന്ദഗതിയിലാണെന്നുള്ളത്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ആർക്കോ വേണ്ടി പതിയെ പോകുന്നു പോലെ തോന്നുന്നു എന്നുള്ളതും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുക കൂടിയാണ്. മറുവശത്ത് നിയമസഭയിൽ ഉൾപ്പെടെ CPMും സർക്കാരും ഹാലിളകിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിയമസഭയിൽ നമ്മൾ കണ്ടത് എന്താണ് എന്നുള്ളത് കൊണ്ട് നോക്കിയാൽ രാവിലെ തന്നെ നിയമസഭ ആരംഭിച്ചപ്പോൾ തന്നെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് MLA-മാർ UDF MLA-മാർ എല്ലാം കൂടി ചേർന്ന് പ്രതിപക്ഷം സ്വർണം കട്ടവർ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന വിഖ്യാതമായ പാരടി ഗാനത്തിന്റെ വരികൾ എഴുതിയ വലിയൊരു ബാനറുമായിട്ടാണ് പാട്ടും പാടിക്കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ പോറ്റിയെ കയറ്റിയതായിരുന്ന ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സ്വർണം ചെമ്പായി മാറ്റി എന്നുള്ള
പാട്ട് വരെ പാടിക്കൊണ്ട് ആണ് ഇവർ സഭയിലേക്ക് കയറുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതിപക്ഷം അല്ലെങ്കിൽ പ്രതിഷേധം നിയമസഭയിൽ വരുമ്പോൾ ഉടനെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ആ വാദം അയാളും പാട്ട് പാടുകയാണ് ചെയ്തത്. അദ്ദേഹം പാടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സ്വർണ്ണം കട്ടവരാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ബാലിശമായിട്ടാണ് ഈ പൊതുജനങ്ങൾ മുഴുവനും മണ്ടന്മാരാണെന്ന് കരുതുന്ന വിധത്തിലാണ് CPM ഈ സ്വർണ്ണക്കുള്ള വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ശൈല ടീച്ചർ അടക്കമുള്ളവർ വന്നിട്ട് പറയുന്നത് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണ്, എന്നാൽ പോറ്റിയെ അകത്താക്കിയത് CPM ആണ്, ഇടതുപക്ഷമാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയാം ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് സ്വർണ്ണക്കൊള്ള നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നതിൽ ജനങ്ങൾ അങ്ങനെ ധരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ള ചോദ്യവും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. SIT പറയുന്നത് ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് SIT. പക്ഷേ അത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ തന്നെയാണ് ഇതിലുള്ളതെന്ന് മാത്രമല്ല, നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പോൾ സോണിയാഗാന്ധിയും അടൂർ പ്രകാശുമൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും മുമ്പ് അതിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അതായത് സ്വർണ്ണക്കൊള്ള എപ്പോൾ ചർച്ചയാക്കുമ്പോഴും സോണിയാഗാന്ധി എന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്, സോണിയാഗാന്ധിയുടെ കയ്യിൽ ശബരിമല സ്വർണ്ണമാണ് കെട്ടിക്കൊടുത്തത് എന്നുള്ളൊക്കെയുള്ള CPMന്റെ ചാനൽ ചർച്ചയിൽ വന്ന് സ്ഥിരം തേഞ്ഞുകൊണ്ടിരിക്കുന്ന അനിൽകുമാർ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞതാണ് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്തത് ശബരിമല സ്വർണ്ണമായിരുന്നു അത്ര എന്നുള്ളത്. അപ്പോൾ അത്രയ്ക്കും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ, എന്തുകൊണ്ടാണ് സോണിയാഗാന്ധിക്കെതിരെ പുതിയൊരു കേസെടുക്കാത്തത്? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നത്. അപ്പോൾ കേരള പോലീസിന് കൂടുതൽ പരാതികളോ വിവരങ്ങളോ അല്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ SIT വിശ്വാസമല്ല എങ്കിൽ നിങ്ങൾ സ്വയം ഒരു കേസ് എടുത്തുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾക്കൊരു അന്വേഷണം നടത്തിക്കൂടെ? അല്ലെങ്കിൽ SIT തെളിവ് കൊടുത്തൂടെ? അല്ലെങ്കിൽ SITക്ക് ഈ പറയുന്ന സോണിയാഗാന്ധിക്ക് സ്വർണം കൊടുത്തെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ തെളിവ് SITക്ക് എന്തുകൊണ്ട് കൈമാറിയില്ല? അപ്പോൾ അതൊന്നും കൊടുക്കാതെ വെറുതെ സോണിയാഗാന്ധി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ളത് അടൂർ പ്രകാശ് ഒക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ ചില ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അടൂർ പ്രകാശ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നത് ഈന്തപ്പഴങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തും ചർച്ചകൾ വലിയ ഭാഗത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പിണറായി ഭരണം നിലനിൽക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുമ്പോഴാണ് ഇക്കണ്ട കൊള്ള അത്രയും പോറ്റിയും പരിവാരങ്ങളും അവിടെ നടത്തിയിട്ടുള്ളത്. അതിൽ സഖാക്കന്മാരാണ് കൂടുതലുള്ളതെന്ന് കൂടി ആലോചിക്കണം. അതിന്റെ പേരിലാണ് CPM നോമിനികളായിട്ടുള്ള ഈ പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. കോടതി നിരന്തരമായിട്ട് ഇവർക്ക് ജാമ്യം നിശ്ചയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോടതി ഗുരുതരമായ കണ്ടെത്തലുകളും നോട്ടുകളുമൊക്കെയാണ് ഓരോ തവണയും എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ അത്രയും ഗുരുതരമായ കുറ്റങ്ങളാണ് ചാർത്തിയിരിക്കുന്നത്. അങ്ങനെ CPMന്റെ നോമിനികളായി ഇപ്പോഴും CPMന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളായിട്ട് പ്രധാനപ്പെട്ട പദവികളിൽ തുടരുന്ന CPM നേതാക്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴും ഇപ്പോഴും കോൺഗ്രസിന് തലയിലേക്ക് ഇത് കെട്ടിവെക്കാനുള്ള ഹീനമായ നിന്ദ്യമായ ശ്രമങ്ങളാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, കോൺഗ്രസ് ആണ് ഇതിന് പിന്നിലെന്നതിന്റെ തെളിവുകൾ CPMന്റെ കയ്യിലുണ്ടെങ്കിൽ, ഈ പറയുന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? ഇപ്പോൾ ED കേന്ദ്ര അന്വേഷണം വരികയാണ്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേന്ദ്ര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള വാദം CPM മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അവർ ഏറ്റവും ആദ്യം വേട്ടയാടപ്പെടേണ്ടത് കോൺഗ്രസ്സുകാരെയല്ലേ? സോണിയാഗാന്ധിക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന് തെളിവുണ്ടെങ്കിൽ ED സോണിയാഗാന്ധിയെ വെറുതെ വിടുമെന്ന് ഏതൊരാളും കരുതില്ല. കാരണം ഏറ്റവും അധികം ഈ പറഞ്ഞ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടുള്ള കേന്ദ്ര ഏജൻസികൾ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസ് MP ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്നതിന്റെ തെളിവ് ഈ പറഞ്ഞ EDക്ക് കിട്ടിയാൽ അവർ രാഷ്ട്രീയ പ്രേരിതമായാണ് ഇടപെടുന്നതെങ്കിൽ അവരത് വെറുതെ വിടുമെന്ന് കരുതാൻ പറ്റുന്നുണ്ടോ? അവർ ദേശീയ തലത്തിൽ ആളി കത്തിക്കുന്ന കാര്യം കൂടിയല്ലേ ഇത്? BJP ഇത് വലിയ വിഷയവുമാക്കില്ലേ? അവർക്ക് ഏറ്റവും പ്രാഥമികമായി തർക്കേണ്ടത് കോൺഗ്രസിനെ അല്ലേ? പക്ഷെ ഇവിടെ കോൺഗ്രസിനെതിരെ, സോണിയാഗാന്ധിക്കെതിരെ, അടൂർ പ്രകാശിനെതിരെയൊക്കെ ഇങ്ങനെ കുറച്ച് മൊഴികളും ഇങ്ങനെ കുറച്ച് കഥകളും അല്ലാതെ ഒരു തെളിവുമില്ല എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കണം. അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടുമില്ല. നടപടി നേരിട്ടുള്ളത് ആരാണ്? അത് സഖാക്കളാണ്. അത് അകത്ത് കിടക്കുന്നതും ആരാണ്? അതും സഖാക്കളാണ്. ആരാണ് ഭരിക്കുന്നത്? അതും സഖാക്കളാണ്. ആരുടെ ഭരണകാലത്താണ് കൊള്ള ഉണ്ടായത്? അതും സഖാക്കളുടെ ഭരണകാലത്താണ്. എന്നിട്ടും ഇത് കോൺഗ്രസ് നിലയിൽ കെട്ടിവെക്കാനുള്ള വിധത്തിലുള്ള ഈ ഇടപെടലുകൾ അത് CPMന്റെ ദോഷം ചെയ്യുമ്പോൾ തന്നെയാണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ പറ്റുന്നതും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം, ഇത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ്. SITയുടെ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് സംശയമുണ്ട്. കാരണം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ സംശയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് SITയുടെ അന്വേഷണം പതിയെ പോകുന്നത്, അല്ലെങ്കിൽ മെല്ലെ പൊക്കുണ്ടാകുന്നത്, മന്ദഗതിയിലാകുന്നത്? പല പ്രമുഖരിലേക്കും, അതായത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SITയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നുമില്ല, അതിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്, മുകളിലേക്ക് കയറുന്നുമില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നെന്ന മട്ടിൽ ഹൈക്കോടതി നിർണായകമായ ചില ചോദ്യങ്ങൾ SITയോട് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നടപടികൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ED എന്ന് പറയുന്നത് അങ്ങനെയല്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടകംപള്ളി സുരേന്ദ്രനെതിരായ നിർണായകമായ നീക്കങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നതിലേക്കാണ് ഇപ്പോൾ വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ ED അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി പോവുക കൂടിയാണ്. അപ്പോൾ ശബരിമലയിലെ മുൻ ഭരണസമിതി അംഗമായിട്ടുള്ള A. പത്മകുമാർ EDക്ക് ചില മൊഴികൾ കൊടുത്തിട്ടുമുണ്ട്. ഈ മൊഴികളിൽ
കൃത്യമായി പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. തന്ത്രിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നന്നായി അറിയുകയും ചെയ്യും. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ബന്ധം ഈ കേസിൽ വളരെ പ്രധാനമാണെന്നും തൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും താൻ എഴുതിയതിൽ ചില മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, അതായത് സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ള നിലയിലേക്ക് എഴുതി, അതാണ് തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഏക പിഴവ്, അതല്ലാതെ അതിനപ്പുറം തനിക്ക് യാതൊരു ഗൂഢാലോചനയും ഇല്ല എന്നും തനിക്കൊരു പിഴവും വന്നിട്ടില്ല എന്നുമാണ് പത്മകുമാർ പറയുന്നത്. അതേസമയം മറുവശത്ത് ഈ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം ചർച്ചയാവുക കൂടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിരവധി തവണ കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ അടുത്ത ബന്ധവുമുണ്ട്. തന്ത്രിയുമായി പോറ്റിക്ക് നല്ല ബന്ധമുണ്ടെന്നും ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. അതായത് ദേവസ്വം മന്ത്രിയായി കടകംപള്ളി സുരേന്ദ്രൻ ഇരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്ന് കളവ് നടത്തിയെന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിനും അതിന്റെ മന്ത്രിക്കും പ്രാഥമികമായും ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയ ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉണ്ടായിട്ടും ഇത്രയും വലിയ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടെന്നും അവിടെ ഉണ്ടാകുന്ന ശബരിമലയിൽ, അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ദേവസ്വം ജീവനക്കാരൊക്കെ മുഴുവൻ സമയം അവിടെയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവിടെ സ്വർണം കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഒരിക്കലും സർക്കാരിന് അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ VD സതീശൻ കട്ടു, സോണിയാഗാന്ധി കട്ടു, അല്ലെങ്കിൽ ഈ പറഞ്ഞ അടൂർ പ്രകാശ് കട്ടു എന്ന നിലയിലേക്കൊക്കെ കോൺഗ്രസിലേക്ക് ഇതെല്ലാം കൂട്ടിയിട്ട് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള വിരളി പിടിച്ചുള്ള ഓട്ടമാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും അത് പൊതുജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ കേരള സമൂഹത്തിന് മുന്നിൽ വിലപ്പോവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ശബരിമല ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസൊക്കെ എടുത്തിട്ട് ഇടാവുന്ന സാഹചര്യത്തിലേക്കൊക്കെ കഴിഞ്ഞു. മാങ്കൂട്ടം കുറെ കാലമായി ഇനി അകത്താണ്. ഇനി അത് എന്ത് സംഭവിച്ചാലും അത് വരുമ്പോൾ നോക്കാം എന്നുള്ളതല്ലാതെ അതിലേക്ക് ജനങ്ങൾ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സാഹചര്യവുമില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ചോദിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, വർഗീയതയാണ്, VD സതീശനാണ്, ലീഗാണ് മുഖ്യമന്ത്രി വരും, അല്ലെങ്കിൽ ലീഗിന്റെ മുഖ്യമന്ത്രി വരും, ലീഗ് കേരളം ഭരിക്കും, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്ന ഒരു വിഷയവുമല്ല. അത് പൊതുജനങ്ങൾ കൃത്യമായി മനസ്സിൽ അവർ സൂക്ഷിക്കുകയും ആ പക വരുന്ന ഇലക്ഷനിൽ തീർക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള വല്ലാത്ത രീതിയിലുള്ള വിരളി പിടിക്കലുകൾ CPMന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത് സൂചിപ്പിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഈ വിഷയം വരുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ തലയിൽ വെച്ച് കെട്ടാനാണ് CPM ശ്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിനാണ്. പക്ഷേ ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലായി ED പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ച് ദേവസ്വം മന്ത്രിക്കും അതുപോലെ തന്നെ ശബരിമല തന്ത്രിക്കും ഏറ്റവും അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ CPM നിശബ്ദമാവുകയാണ്. അതിനൊരു മറുപടി കൃത്യമായിട്ട് അവർ പറയുന്നുമില്ല. മാത്രമല്ല ഈ ദേവസ്വം ജീവനക്കാർ തന്നെ പലപ്പോഴും മൊഴി നൽകിയിട്ടുള്ള ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് ഉന്നതത്തിൽ നിന്നും വിളിച്ച് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഇതിനെക്കുറിച്ചും ഈ പറയുന്ന ഇടതുപക്ഷ പാർട്ടിക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതും ഏറ്റവും വൈരുദ്ധ്യമുള്ള കാര്യമാണെന്ന് കൂടി ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. അതെ, ഇതിലിപ്പോൾ പ്രധാനമായിട്ടും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. അതായത് ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് മാറുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ഞങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് മറ്റൊരു രീതിയിലാണ്, അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് ഈ വിഷയത്തെ മാറ്റുകയാണെന്നതിലേക്ക് CPMന്റെ നിലപാട് എടുത്തിരിക്കുന്നു. അതായത് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന കാര്യം നടന്നിട്ടുണ്ട്. അതിന് കാരണക്കാരായത് ഭരിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയുന്ന ഈ ഭരിച്ചിരിക്കുന്ന പിണറായി സർക്കാരിനല്ല, ദേവസ്വം വകുപ്പിന് മുകളിലിരിക്കുന്ന ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനല്ല, ഇതിന്റെ പേരിൽ അകത്ത് കിടക്കുന്ന പത്മകുമാർ ഉൾപ്പെടെയുള്ള സഖാക്കളല്ല, മറിച്ച് ഇത് കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും ഒക്കെയാണ് ബന്ധമെന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നാം ആലോചിക്കണം, മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല, അതുപോലെ കടകംപള്ളി സുരേന്ദ്രനായ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ബന്ധമില്ല, അകത്ത് കിടക്കുന്ന സഖാക്കന്മാർക്കാർക്ക് ബന്ധമില്ല. ഇതിൽ ബന്ധമുള്ളത് സോണിയാഗാന്ധിക്കും അടൂർ പ്രകാശിനും VD സതീശനും ഒക്കെ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് കേരളത്തിലെ മുഴുവൻ ഭരണ സംവിധാനങ്ങളെയും ദേവസ്വം സംവിധാനങ്ങളും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട്, ശബരിമലയിലെ മുഴുവൻ സുരക്ഷയും അട്ടിമറിച്ചുകൊണ്ട്, ഭരണകൂടത്തിന്റെ ഒരു തരത്തിലുള്ള പിടിപാടിലും പെടാതെ കോൺഗ്രസ് നേതൃത്വത്തിൽ ശബരിമലയിൽ വന്ന് അവർ കട്ടെടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് സോണിയാഗാന്ധി ഡൽഹിയിൽ ഇരുന്ന് വിളിച്ചു പറയുന്നു, അടൂർ പ്രകാശ് കക്കാറിലെ മുതലുമായിട്ട് പോകുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിർദ്ദേശം കൊടുക്കുന്നു, പോറ്റി ദേവസ്വം ജീവനക്കാരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിന് കീഴിലുള്ള ദേവസ്വം വകുപ്പിന്റെ ദേവസ്വം ജീവനക്കാരൊക്കെ നോക്കി നിൽക്കെ സോണിയാഗാന്ധിയുടെ നിർദ്ദേശമായി വന്ന് പോറ്റി സ്വർണവും കൊണ്ടുപോയി എന്നുള്ള രീതിയിലേക്കാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഈ നിലയിലാണ് CPM ബാലിശമായ വാദങ്ങളെല്ലാം പോകുന്നത്. അതായത് ഇതിന്റെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും CPM അല്ലെങ്കിൽ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ ഇപ്പോഴും ഇത് കോൺഗ്രസ് തലത്തിലേക്ക് കെട്ടിവെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.